ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഡ്യൂട്ടിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് എണീറ്റത്. എണീറ്റപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു വിഷമമൊക്കെയായിരുന്നു. വീട്ടിൽ പോകാനും വീട്ടിലുള്ള എല്ലാവരെയും കാണാനും ഒക്കെ തോന്നി. അങ്ങനെ വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ് നല്ല കടുപ്പത്തിലൊരു കാപ്പിയിട്ടങ്ങ് കുടിക്കും. പിന്നെ പോനിക്കര പറഞ്ഞ പോലെ എന്നിട്ടും വിഷമം മാറിയില്ലെങ്കിൽ ഞാൻ ചൂട് പായസത്തിൽ ചട്ടുകയിട്ട് രണ്ടിളക്കം ഇളക്കും. അല്ല പിന്നെ ഇന്നത്തെ വിഷമം മാറാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ കറിയുടെ പാർട്ട്ണർ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചിക്കൻ കറി എൻ്റെ റെസിപ്പിയല്ല. ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേച്ചിയുടെ റെസിപ്പി കണ്ട് ഇൻസ്പയറായി ഞാൻ ഉണ്ടാക്കിയതാണ്. സംഭവം കിടിലനാണേ. എന്നാൽ പിന്നെ സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോഴേക്കും കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിയിൽ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ചെറുതീയിൽ തന്നെ നമുക്കതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ ഒരിത്തിരി വെള്ളം പോലും ചേർത്തില്ല. ചിക്കനിലുള്ള വെള്ളമെല്ലാം തന്നെ ഇറങ്ങി അത്യാവശ്യം ഒരു ഗ്രേവി കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി ഒന്ന് ചതച്ചതും പിന്നെ ആവശ്യത്തിന് സവോളയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കാം. ഇനി നമ്മുടെ കറിയുടെ അവസാനത്തെ സ്റ്റെപ്പാണ്. ഒരു മീഡിയം ടൊമാറ്റോ മിക്സിയിൽ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഈ കറിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ടൊമാറ്റോയുടെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടി 5 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. കണ്ടില്ലേ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല കൺസിസ്റ്റൻസി, നല്ല ഗ്രേവി കൺസിസ്റ്റൻസിയിലൊക്കെ വന്നിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഈ കറിയുടെ കൂടെ നമുക്ക് പെട്ടെന്നൊരു ഗോതമ്പ് പുട്ടും കൂടി ഉണ്ടാക്കിയാലോ? നന്നായി വിശപ്പിൻ്റെ വിളിയുള്ളത് കൊണ്ട് സമയമൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ ഒരു പുട്ടുണ്ടാക്കി ബ്രഞ്ച് ഞങ്ങൾ കഴിച്ചു. പിന്നെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചിക്കൻ കറിയുടെ കൂടെ ഏറ്റവും നല്ലത് പൊറോട്ടയോ ചോറോ ആണ്. പുട്ടിൻ്റെ കൂടെ നല്ലതല്ലെന്നല്ല, പുട്ടിൻ്റെ കൂടെ കൊള്ളാം, എന്നാലും എനിക്കിഷ്ടപ്പെട്ടത് ചോറിൻ്റെ കൂടെയാണ്. അപ്പോൾ എൻ്റെ ഈ സ്പെഷ്യൽ കാറ്ററിംഗ് സ്റ്റൈൽ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.